ഒരിക്കൽ കൈലാസത്തിൽ ശിവഭഗവാനും നന്ദിദേവനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദിദേവൻ ശിവഭഗവാനോട് ചോദിച്ചു, സ്വാമി, ഈ ലോകത്തിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണ്? അതിന് ശിവഭഗവാൻ പറഞ്ഞു, നന്ദിദേവ, നിങ്ങൾ ഇത്രയും കാലമായി എന്നോടൊപ്പമുണ്ട്, എന്നിട്ടും എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എനിക്ക് ആരെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾ തന്നെ പറയൂ. നന്ദിദേവൻ ശ്രദ്ധയോടെ ചിന്തിച്ചു. വേറെ ആരാണ് പ്രഭു? എന്നാൽ പാർവതി ദേവി തന്നെയല്ലേ മഹാദേവ എന്ന് പറഞ്ഞു. ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. നന്ദിദേവൻ വീണ്ടും നന്നായി ചിന്തിച്ചു. എന്നാൽ അങ്ങയെ പാഠം പഠിപ്പിച്ച അങ്ങയുടെ ഇളയ മകൻ കാർത്തികേയൻ തന്നെ ആയിരിക്കും. ശിവഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ നന്ദിദേവൻ, അമ്മയും അച്ഛനും തന്നെയാണ് ലോകം എന്ന് പറഞ്ഞ അങ്ങയുടെ മൂത്ത മകൻ വിനായകനെ തന്നെ ആകും ഏറെ ഇഷ്ടം. ശിവഭഗവാൻ വീണ്ടും ഇല്ല നന്ദിദേവ എന്ന് പറഞ്ഞു. സ്വാമി, ആരുമില്ലെങ്കിൽ പിന്നെ ഞാനോ അല്ലെങ്കിൽ അങ്ങയുടെ കഴുത്തിലുള്ള വാസുകിയോ ആണോ? ശിവഭഗവാൻ ഇല്ല നന്ദിദേവ, നിങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദിദേവൻ പറഞ്ഞു, പരമേശ്വര, അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരൂ ആരാണെന്ന്. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, സുഖത്തിലും ദുഃഖത്തിലും ദിവസവും എന്നെ മാത്രം ഓർത്ത് ജീവിക്കുന്ന എന്റെ ഭക്തരാണ് എന്റെ ലോകം. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യൂ.